മച്ചാമാർ ഫൈനലി നമ്മളെ അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ആയി. ഞാൻ വീണ്ടും ഒരു റിക്വസ്റ്റ് വെച്ച് അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ എൻ്റെ എന്തായാലും റിമൂവ് ആക്കി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ആൻഡ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് BR പുഷായിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് സോളോ വേഴ്സസ് സോളോ 46 ആൾക്കാർ അലൈവ് ഉണ്ട്. അപ്പോൾ കളി നേരെ തുടങ്ങുകയാണ്. ഇനി ഫുൾ അടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ KS ലെവലിൽ തിരിച്ചു വന്നു. അങ്ങനെ സന്തോഷം, അത്രേ ഉള്ളൂ. എന്താണ് സന്തോഷം. അങ്ങനെ നമ്മൾ അതിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ടുള്ള മില്ലിനാണ് നമുക്ക് കിട്ടുന്ന XM80 ആണ്. ഒന്നും നോക്കിയില്ല, തൊട്ടത്ത് കണ്ട നമ്മൾ അടിച്ചിട്ടാണ് നോക്കി അടിച്ചിട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കേട്ടൻ്റെ എബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നീ ബാക്ക് നിർത്തുമ്പോൾ നമ്മൾക്കിട്ട് പണി സാല നമ്മൾ റിവൈവ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നോ ഇഷ്യൂസ്. നമ്മൾ നേരെ പീക്ക് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ താഴത്തെ ആ വീട് കണ്ടപ്പോൾ അതായിരിക്കും സേഫ് എന്ന് വിചാരിച്ച് നേരെ നമ്മളെന്തായാലും ആ വീട്ടിലോട്ട് എല്ലാം കണ്ട് മാറുകയാണ്. ആ വീട്ടിലിറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി അവിടെ അടിയുണ്ടേ. ഷിനോസി നമ്മൾ നേരെ ഒന്നും നോക്കില്ല, നേരെ ആ വീടിൻ്റെ ജനവാതിൽ അവിടെ വന്നിറങ്ങുകയാണ്. നമ്മുടെ എന്താ അതിന് പറയാം, എന്ത് തേങ്ങയായാലും വേണ്ടില്ല, നമ്മളവിടെ ജസ്റ്റ് ചുമ്മാ അടി എടുക്കുന്നുണ്ട്. അവിടെ അരയ്ക്ക് അടി എടുക്കുന്നുണ്ട്. ഓരോ അടി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കയറി അടിക്കാന്നുള്ള പ്ലാനിങ്ങിൽ നിൽക്കുന്നത്. ആൻഡ് ഒരടി കഴിഞ്ഞ് തോന്നുന്നു ജസ്റ്റ് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ജസ്റ്റ് ഇപ്പോൾ ഹൈലാൻഡ് പോകണം കൺഫ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഇതിലാണ്ട് പുഷ് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഓപ്പൺ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇവിടെ ഇല്ല. ആൾ തപ്പോൾ ഇപ്പോൾ അടിയിലാണ് മെഡിക്കറ്റ് അടിക്കുന്നത്. ഒന്നും നോക്കിയില്ല, നല്ല കുത്തി പിടിച്ച് ആ ഡൗൺ. അങ്ങനെ അവൻ ഡൗൺ ആക്കിയിട്ടുണ്ട്. അവൻ ഡൗൺ ആക്കി ഉഡ്പക്കറാണ് കിട്ടിയത്. ഓക്കെ, ചിലോട്ട് പോസ്റ്റ് ഉഡ്പക്കറിനാണ് വെള്ളം വെച്ച് നമ്മൾ കൊണ്ടുപോവുകയാണ്. അതിന് തൊട്ടടുത്ത് തന്നെ വേറൊരു എനിമി അങ്ങോട്ട് ജനവതിൽ ചാടുന്ന കണ്ടു. ഓക്കെ, നമ്മളൊന്നും നോക്കിയില്ല. നമ്മുടെ ഹെൽമെറ്റ് അവൻ അടിച്ചു പിടിച്ച് പെട്ട് നമ്മൾ അവനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇവൻ്റെ കാര്യം ഒരു ലൂട്ടും ഇല്ല. നമ്മൾ മെഡിക്കൽ അടിച്ച് മേലോട്ട് കയറുകയാണ്. കാരണം ഇവിടെ തൊട്ടടുത്ത് പീക്കിൽ എനിമി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാം അങ്ങോട്ട് മാറുകയാണ്. അതിന് 40 ആൾക്കാർ അലൈവുണ്ട്. ഓക്കെ, നമുക്ക് ഏകദേശം ഉണ്ട് 3 കില്ല് ഇപ്പം തന്നെ സെറ്റാണ് ഗൈസ്. ഓക്കെ, 3 കില്ല് സെറ്റായിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും മാക്സിമം അവന്മാരെ അടിച്ച് ഇറക്കിയിട്ടുണ്ട്. നമ്മളിനി നേരെ അടുത്ത സെക്ഷനിലോട്ട് മാറുകയാണ്. ഈ ഏരിയ വല്ല ലീവ് ചെയ്യുക. അപ്പം തന്നെ മുന്നിലേക്ക് ഒരുത്തം കയറി ഞാൻ ഹെഡ്ഷോട്ട് അടിച്ചാൽ നോക്കി, ബട്ട് അതൊക്കെ മൂഞ്ചി. പക്ഷേ പ്രശ്നമില്ല, നമ്മളെന്തായാലും ബൈസ് എടുത്ത് കുത്തി പിടിച്ചിട്ടുണ്ട്. ആളെന്തോ ബട്ടൺ മാറുന്ന ഇങ്ങനെ തോന്നുന്നുണ്ട്. ആൾ നമ്മൾ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലാസ്റ്റ് 37 ആൾക്കാർ അല്ലെങ്കിൽ 4 കില്ലുമായിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. ആൻഡ് ഹെൽത്ത് കുറച്ച് കുറവാണ്, അതുകൊണ്ട് കുറച്ച് മെഡലിച്ചിട്ട് നമുക്ക് മൂവ് ആവാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, വല്ല ഈ ഏരിയ ലീവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഒന്നും ഒരാളില്ല, ഇല്ലാണ്ട് ചേടാം. നമ്മൾ വല്ല ഈ ഏരിയ അങ്ങ് ലീവ് ചെയ്യാണ്. പച്ചാമാർ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്ന കുറച്ച് ലൂട്ടൊക്കെ ലൂട്ടി. ആൻഡ് ഇവിടെ ഒരു അടി നടന്നുകൊണ്ട് തന്നെ ഈ അടിയുള്ള സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഇവിടെ ആളെ കാണില്ല. ഓക്കെ, സൈഡിൽ നിന്നൊരു അടി സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെയത്? ഓക്കെ, ആളവിടെ കൊന്നവൻ്റെ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവന്ന് വീണ്ടും അടിക്കണം. ആരടിക്കണവൻ? പക്ഷെ നമ്മളൊന്നും നോക്കില്ല, നേരെ അവനെ അടിച്ചിടാമെന്ന് വിചാരിച്ചു. നമ്മളടിച്ച് 103 ഡാമേജ്. ഓക്കെ, ഹെഡ് ഷോട്ട് കുടുങ്ങിയിട്ടുണ്ട്. അതിന് ഫുൾ. ഓക്കെ, നമ്മൾ ഫിനിഷും ഹെഡിലാണ്. നൈസായിട്ട് അവൻ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ ഹെൽമെറ്റ് ഡാമേജ് ആയി. ലെവൽ 2 എങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. എന്തായാലും അവൻ്റെ ഹെൽമെറ്റ് ഇല്ല, അത് തീരുമാനം ഉറപ്പായി. കറണ്ട് വല്ല ലൂട്ടൊന്നും കിട്ടിയില്ല. കിട്ടലോട്ട് കൊണ്ട് നമ്മൾ വല്ല അങ്ങ് മുന്നോട്ട് പോവുകയാണ്. 600 ടോക്കൺ ഉണ്ട്, 21 ആൾക്കാരല്ലേ ഉണ്ട്. നമുക്ക് 5 കില്ലുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആൻഡ് കയ്യിലുള്ളത് XM80 ആൻഡ് ബൈസൺ ആണ്. പിന്നെ നമുക്ക് അടിക്കാൻ വഴിയുണ്ട്, പിന്നെ റോക്കറ്റ് ലോഞ്ചറും ഉണ്ട്. ഓക്കെ, നമ്മളെല്ലാം ഇവിടെ ഒക്കെ എന്തെങ്കിലും ലൂട്ടുണ്ടോ നോക്കുകയാണ്. ഇവിടുന്ന് കേട്ടൊരു തേങ്ങ ഞാൻ കാണാനൊന്നുമില്ല. ഓക്കെ, നമ്മളെ കേട്ടത് ദിമിത്രിയാണ്. ദിമിത്രി അല്ലേ, ദിമിത്രി അങ്ങനെന്തോ അല്ല ഇതിനെ പറയുന്നത്. ഓക്കെ, അങ്ങനെന്തോ കേട്ടറാണ്. ആൻഡ് ഗില്ലുണ്ട്, പിന്നെ നമ്മുടെ മാക്സിമം ഉണ്ട്. മറ്റേ പേരെന്തരടേ ഓർമ്മയില്ല. ഓക്കെ, വെച്ചാൽ പറയാം നമ്മൾ കുറച്ച് ടോക്കൺസൊക്കെ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ലെവൽ 3 ഹെൽമെറ്റൊക്കെ വാങ്ങി. അപ്പോൾ അതിന് മേലെ ഒരു അടി കണ്ടപ്പോൾ അവർക്ക് നോക്കിയപ്പോൾ ഒരു എനിമി നേരെ കണ്ട് പാഞ്ഞു പോകുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, പിന്നെ അവനെ വെച്ച് പിടിക്കുകയാണ് നമ്മൾ. വെച്ചാൽ പറയാം നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്നു. ആളെ കാണുന്നില്ല എന്നുള്ളതാണ് വേറെ കാര്യം. അവൻ ഏത് വഴി പോയി? 19 ആൾക്കാർ അല്ലേക്കുണ്ട്, ആളെ കാണപ്പെടുന്നില്ല. എங்கே പോച്ച്? ഓക്കെ, അവിടെ മേലൊരു എനിമിയെ കാണുന്നുണ്ട്. നമ്മൾ മാക്സിമം ഡാമേജ് കൊടുത്ത് അവൻ ആ ബൈക്ക് കൊണ്ട് എല്ലാം ഇറങ്ങി. നമ്മൾ ഈ ബൈക്ക് വരുന്നുള്ള വിശ്വാസത്തിൽ ഇങ്ങോട്ട് ചാടി പാഞ്ഞപ്പോൾ തന്നെ അവൻ എൻ്റെ മുന്നിൽ അവനങ്ങ് അവിടെ നമ്മൾ തീർത്തിട്ടിരിക്കുകയാണ്. കുറച്ച് ലൂട്ടൊക്കെ സെറ്റാക്കട്ടെ. എന്ന് വെച്ചാൽ പറയാം നമ്മൾ നേരെ പീക്കിലേക്ക് പോകണ വഴിയാണ് ഒരു തന്നെ നമ്മൾ പായുന്നത് കണ്ട് ഡാമേജ് കൊടുത്ത് നമ്മൾ ഏകദേശം ഹാഫോളം ഡാമേജ് നമുക്ക് കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ പുഷ് ചെയ്ത് കയറണം. അവനെ എങ്ങനെ എടുക്കുക? സേഫ് സോൺ റിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഉള്ളിൽ എടുക്കണം. 15 ആൾക്കാർ അലൈവ് ഉണ്ട് എന്ന് നോക്കിയില്ല, നമ്മൾ മാക്സിമം അടിച്ചിടാൻ ശ്രമിക്കണം എല്ലാവരും. ഓക്കെ, അവനൊന്നും നോക്കിയില്ല, നമ്മളങ്ങ് അടിച്ചുറക്കുകയാണ്. അവൻ ഫിനിഷായി. അങ്ങനെ 6 കില്ലും നമുക്ക് ഫൈനലിൽ കിട്ടിയിരിക്കുകയാണ്.
ഇവിടെ എവിടേക്ക് എനിമി ഉണ്ടേ. അവിടെ ഇവിടേക്ക് ഫയർ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. കാരണം പീക്കിന് മേൽ മിക്ക ടൈമിൽ ഓരോ എണ്ണം ഉണ്ടാകുന്നുണ്ട് നമുക്കിട്ട് പണി തരാനായിട്ട്. അതുകൊണ്ട് നമ്മൾ അത്രയും സൂക്ഷിച്ചും കണ്ടാണ് കളിക്കുന്നത്. നമ്മൾ വല്ല ഇവിടുന്ന് ലീവ് ചെയ്യാൻ മറ്റവൻ ചത്ത്. നമ്മൾ ഫസ്റ്റിലടിച്ചവൻ എലിമിനേറ്റായി. ഓക്കെ, സന്തോഷം മാത്രം. ഓക്കെ, അപ്പോൾ അവധി അടുത്തുള്ള ഭയം കണ്ട് ഒന്ന് നോക്കി നല്ല ഡാമേജ് കൊടുത്ത് നമ്മൾ റീലോഡ് ചെയ്യാൻ നിന്നപ്പോഴത്തേനും അവിടെ ഗ്ലൂ വാൾ ഇട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം കറങ്ങി തിരിഞ്ഞ് അടിക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളെന്തായാലും സേഫാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അടി വരില്ല എന്ന് ഉറപ്പാണ്. പീക്കിന് മേലെ ആളുണ്ടോ? പീക്കിനുള്ള ആൾ മറ്റവനെ അവിടെ നിന്ന് എസ്കേപ്പായി. ഇവണ്ട് പോയി. അവനെ കാര്യം നോക്കില്ല. നമ്മളെന്തായാലും ഇപ്പോൾ ഡാമേജ് കൊടുത്തുകൊണ്ടാണ് നോക്കണത്. ഓക്കെ, 10 ആൾക്കാരല്ലേ. ഓരോരുത്തൻ ഡ്രാഗനൊക്കെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. ആര് കിട്ടണോ? ഓക്കെ, നമ്മളൊരു ഗ്രനേഡ് കിക്ക് ചെയ്തിടുന്നുണ്ട്. അത് ചാവുന്നില്ല. പക്ഷേ നമ്മൾ ഇട്ടില്ല. നമ്മൾ നേരെ പുഷ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഓക്കെ, നമ്മൾ ബൈസൺ കൊണ്ട് നേരെ അപ്പുറത്തോട് കയറുന്നതിൽ വേണ്ടി ഇതിനോട് തിരിഞ്ഞ് ഇവർക്ക് പണി കൊടുത്തിട്ട് എടാ മോനെ നല്ല ഡാമാണ്. ഗ്ലൂ ആയിട്ട് നിൽക്കുന്നോടാ പന്നി. അപ്പോൾ നമ്മളൊരു ഗ്രനേഡ് ക്യുക്ക് ചെയ്തതിൻ്റെ അകത്തോട്ട് പക്ഷേ ആ ഗ്ലൂ ആളെ വിട്ടിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ അടിച്ചിട്ടു ബൈസൺ ആൾ. ഒന്നും നോക്കിയില്ല. ഫുൾ പവർ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൂട്ട് ഉണ്ടാവും എൻ്റെ കയ്യിൽ. നമ്മൾ കിട്ടിയ ലൂട്ടും കൊണ്ട് വല്ല ഇവിടുന്ന് എസ്കേപ്പ് ആവാണ്. കാരണം ഈ ഏരിയ ലീവ് ചെയ്തില്ലെങ്കിൽ ഇവിടുന്ന് പോരെ പറമ്പിൽ അടിയായിരിക്കും. അതുകൊണ്ട് വല്ല ഇവിടുന്ന് എസ്കേപ്പാണ്. സോണും വരുന്നുണ്ട്. മൊത്തത്തിൽ മൂഞ്ചു ഗജമാർ. നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ പോച്ചിനോക്ക്. ഓക്കെ, പോച്ചിനോക്കിൽ നമ്മളെത്തി. ആൻഡ് ഇവിടെ അടിയുന്നുണ്ടായിട്ടില്ല ഇനി. പക്ഷെ ഇവിടെ ഈ ഏരിയയിൽ അടി എടുക്കുന്നുണ്ട്. പക്ഷേ ഈ വീട്ടിലൂടെ അടിയില്ല. നമ്മൾ ചുമ്മാ സേഫിന് കയറിയതാണ്. അല്ല ഇവിടെയും എന്നെ കാണുന്ന ഞാൻ ചുറ്റും മാക്സിമം നോക്കുന്നുണ്ട്. ഒരാൾ കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിമികളുടെ. ഓക്കെ, നമ്മളവിടെ മറ്റേത് കാണുന്നുണ്ട്. മറ്റേ എനിമി സ്പോട്ട് എവിടെ ഉള്ളതാണ്. കൃഷ്ണ എലിമിനേറ്റ് ആയിപ്പോയി. ഓക്കെ, നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എനിമി ഉണ്ട്. എങ്ങനെയിരിക്കും? മൊത്തത്തിൽ മൂഞ്ചിയിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല. നമുക്കൊരു പ്രശ്നമില്ല. 6 ആൾക്കാരാണ് അലൈവ് ഉള്ളത്. ഓക്കെ, നമ്മൾ ആളെ കണ്ടു ഡാമേജ് കൊടുത്തു. പക്ഷേ ഇവിടെ നിന്ന് സേഫ് അല്ല. അവിടെ ഗ്ലൂ വാൾ കാണുന്നുണ്ട്. ആ ഗ്ലൂ വാളിൻ്റെ ബാക്കിൽ ഞാനുണ്ടോ? ഓക്കെ, നമ്മളൊരു ലോഞ്ചർ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അവിടെ അല്ല. ഓക്കെ, ഒരാൾ ഓപ്പണിൽ പയണ കാണുന്നുണ്ട്. മാക്സിമം ഡാമേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവിടെ അപ്പോൾ അവൻ്റെ കാര്യം തീരുമാനം. ഓക്കെ, ലാസ്റ്റ് ഫൈനലി ഇനി 3 ആൾ മാത്രമേ അലൈവ് ഉള്ളൂ. ഓക്കെ, 4 അലൈവുള്ള ഞാനായിട്ട് തന്നെ പിന്നെ 3 ആൾക്കാർ അലൈവ് ഉള്ളൂ. അതിൻ്റെ ഇവിടെ നിന്ന് കളിച്ചാൽ അത്ര സേഫ് ആണോ അല്ലേന്ന് അറിയില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് വല്ല മുന്നോട്ട് പുഷ് ചെയ്ത് കയറാനായിരിക്കും ഏറ്റവും ബെറ്റർ. എന്നാലും അവിടെ എനിമിയില്ല. ഗ്ലോളിൻ്റെ ബാക്ക് എന്തെങ്കിലും എനിമിയില്ല. അങ്ങനെയാണെങ്കിൽ ആ ബാക്കിലുള്ള എപ്പോഴും അടിച്ചിട്ടുണ്ടാണ്. ഓക്കെ, ഇതിൽ കാര്യമായിട്ടൊരു ഗുണവും ഇല്ലല്ലേ. ഗ്രോസ് ഉണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല. ഗ്രോസ് വേണ്ട നമുക്ക് എക്സ്എംഎറ്റിൽ കളിക്കാൻ താല്പര്യം. എക്സ്എംഎറ്റ് ഒന്നുകൂടി ഉഷാർ. ഓക്കെ, അത് ശരി. ഇവിടെ അടുത്തും ഗ്ലോളൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കതൊന്നും വിഷയമുള്ള കേസല്ല. നമ്മളത്തുള്ള ഗ്രനേഡ് ഉണ്ടായിട്ടുണ്ട്. അത് ക്വിക്ക് ചെയ്ത് നമ്മളത് അതിൻ്റെ ഉള്ളിൽ ഇട്ടെങ്കിലും കാര്യം ഉണ്ടായിട്ടില്ല. ചെറിയ ഡാമേജ് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഒരു ഗ്ലോ അടിക്കുന്നത് ഈ സാമാന്യ പേരെന്തിനാ എനിക്കിപ്പോഴും അതിൻ്റെ പേരില്ല. പക്ഷെ നമ്മളെന്തായാലും തകർത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഫൈറ്റ് എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിന്നൊരു ഫയർ കിട്ടിയിട്ടില്ല. ഓക്കെ, 3 ലൈവാ. ഓക്കെ, 3 ലൈവുള്ളൂ ഇനിയും. ഓക്കെ, അതിലെന്തായാലും നമുക്ക് അടിച്ചിടാൻ ശ്രമിക്കണം. ഓക്കെ, നമുക്ക് 9 കില്ലാണുള്ളത്. 9 ഗുണം. ഓക്കെ, നമ്മൾ എന്തായാലും അടിച്ചിടാം. ഇതിന് മേലിലാണ് ആൾ. ഓക്കെ, താഴത്തെ തന്നെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാക്സിമം ഡാമേജ് കൊടുക്കുന്നുണ്ട്. ആൾ തീരുന്നില്ല. ഇവിടുത്തെ ഗ്ലോളം ഇട്ട്. പക്ഷേ നമ്മളൊന്നും നോക്കി. നമ്മുടെ വെറൈറ്റി സാധനമുണ്ട്. അതെടുത്തൊന്ന് ഇട്ടെടുത്ത്. അല്ല, നമുക്ക് നല്ല ഡാമേജാണ്. നല്ല ഡാമേജ് പറഞ്ഞാൽ അങ്ങനത്തെ ഡാമേജാണ്. നമ്മൾ ഗ്രനേഡ് കൊടുക്കുക നമുക്ക് കിക്ക് ചെയ്തിടാം. അത് നമ്മൾ എന്തായാലും ടൈം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ അവിടെ നിന്ന് റൺ ചെയ്താൽ അവൻ തീരൂല. ഓക്കെ, അവനങ്ങനെ തീർന്നു. ഓക്കെ, 10 കില്ല് നമ്മളെന്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി 2 അലൈവ്. അതിൽ ഒന്ന് ഞാനും ഒന്ന് എനിമി. അവനേതാ ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് വേറെ കാര്യം. ഓക്കെ, അവനല്ല പോണ. പക്ഷേ നമ്മൾ ഡാമേജ് കൊടുത്തു. പക്ഷേ ഗ്ലോൾ പൊട്ടി ഒന്ന് നോക്കിയാൽ പിന്നെ ഡാമേജ് കൊടുത്തു. അതിൻ്റെ അങ്ങനെ തീർത്തിരിക്കണം. മച്ചാന്മാരെ ഈ ഒരു വീഡിയോ കുറച്ച് വൈൻഡപ്പ് ചെയ്യാൻ വിഷയമുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങുന്ന ബെല്ലേക്ക് നോക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. ബൈ.